ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. 5 മിനിറ്റ് കൊണ്ട് ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈത്തപ്പായ കൊംസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം. വെറും 5 മിനിറ്റ് കൊണ്ട് മൈദയൊന്നും ചേർക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പായ കൊംസ് നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു 20 ഈത്തപ്പായം കുരുവൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഈത്തപ്പായ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി. അധികം കുക്കാവുകയൊന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ഈത്തപ്പായൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് പാർലജി ബിസ്ക്കറ്റാണ് കേട്ടോ. 10 രൂപേൻ്റെ ഒരു പാക്കറ്റ് മതി. എനിക്ക് 10 രൂപേൻ്റെ പാക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പാക്കറ്റിൻ്റെ പകുതി എടുത്തത്. ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. 10 രൂപേൻ്റെ പാക്കറ്റാണെങ്കിൽ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അല്ല ഇതുപോലത്തെ പാക്കറ്റാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇതുപോലെ 2 ചെറിയ പാക്കറ്റ് എടുത്ത് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ തണിയാനായിട്ട് മാറ്റി വെച്ച് ഈത്തപ്പായ ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പായ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അധികം ലൂസൊന്നും അല്ലാത്ത നല്ല കട്ടിയായിട്ട് നല്ല പേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം. 20 ഈത്തപ്പായത്തിന് 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ ടൈം തിളപ്പിക്കുമ്പം ആ വെള്ളം വറ്റിയിട്ട് ഇതുപോലെ കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു ഡ്രൈ ആയ പാത്രത്തിലേക്ക് 3 എഗ്ഗ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല ഫ്ലഫി ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈത്തപ്പായം ചേർത്ത് കൊടുക്കുക. നമുക്ക് ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഈത്തപ്പായം എഗ്ഗും കൂടി ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈത്തപ്പായം എഗ്ഗൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റിൻ്റെ പൗഡറും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്കൊരു ബീറ്ററോ അല്ലെങ്കിൽ ഒരു സ്പൂണോ പോർക്കോ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടി എല്ലായിടത്തും എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പതപ്പോവാത്ത വിധത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ എളുപ്പത്തിലാകാനും വേണ്ടിയിട്ട് ഇതുപോലെ ബീറ്ററിൻ്റെ സ്പീഡ് 1-ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു പോട്ട് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൗ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു അടപ്പ് വെച്ചിട്ടാണ് നമ്മളെ പോട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. 20 മിനിറ്റാണ് നമ്മളെ പോള കുക്കാക്കേണ്ടത്. അപ്പോഴത്തേക്കും പോള റെഡിയാവും. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമുക്കിതുപോലെ വൈറ്റ് കളറുള്ള എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളായിട്ട് നടിച്ച് വേണമെങ്കിൽ നടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം വേണം എല്ലാം ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ നമ്മളെ പോലെ പാനിന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ഉൾഭാഗം കൂടി ഒന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കന്നെ നമ്മളെ പോള റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയായിട്ട് നമുക്ക് ഇഫ്താറിനായാലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈത്തപ്പായ കൊംസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കൊംസിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.